ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനായിട്ട് ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘത്തിൻ്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. ഇങ്ങനെയാണ് ബി.ജെ.പി. എം പി നിഷികാന്ത് ദൂബെ അവതരിപ്പിച്ചിരിക്കുന്ന നൽകിയിരിക്കുന്ന സബ്സ്റ്റാൻറ്റീവ് മോഷൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ലോക്സഭ എം പി സ്ഥാനം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം നഷ്ടമാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇപ്പം ഈ അവതരിപ്പിച്ചിരിക്കുന്ന മോഷൻ? ഈ നിഷികാന്ത് ദുബെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കുക, ലോക്സഭയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ടും അതുപോലെ അദ്ദേഹത്തിനെ ഒരു അർബൻ നക്സലായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു മോഷനാണിത്. ശരിക്കും ഇതിന്റെ അടിസ്ഥാനം ഈ ലോക്സഭയിലെ രാഹുൽ ഗാന്ധി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം, അതായത് ജനറൽ എം നരവണയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തു. അവിടെ നിന്നാണ് അതിന്റെ തുടക്കം. ആണല്ലോ ഞാൻ പറയുന്നത്? ശരിയല്ലേ? അതെ. അപ്പോ പക്ഷെ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിൽ രാഹുൽ ഗാന്ധി കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതാരെങ്കിലും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യമല്ല ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും പറ്റുന്നത്, ഒരു പ്രസക്തമായ വിഷയം അദ്ദേഹം ഉന്നയിക്കും, പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന രീതി തീർത്തും ആ വിഷയത്തിന്റെ ഗൗരവത്തെ കെടുത്തിക്കളയുന്ന തലത്തിലേക്ക് അദ്ദേഹം വിഷയത്തിനെ കൊണ്ടുപോയിട്ട് വിഷയം അദ്ദേഹത്തിന് നേരെ തിരിച്ചു വരുന്ന ഒരവസ്ഥ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം പ്രസക്തമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ ലോക്സഭയിൽ നിന്നും പുറത്താക്കുന്നതിനോടോ അദ്ദേഹത്തിനെതിരെ ഈ വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ നടപടിയെടുക്കുന്നതിനോടോ വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ഇത്തരം വിഷയങ്ങൾ ചോദിക്കാനുള്ള, അതും ലോക്സഭയ്ക്കുള്ളിൽ ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അർത്ഥമില്ലാതായി വരും. ഇവിടെ മുൻകാല ചരിത്രത്തിൽ ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്, മറ്റു പലരെയും സുബ്രഹ്മണ്യ സ്വാമിയെ പുറത്താക്കിയിട്ടുണ്ട്. പല സംഭവങ്ങൾ ഇതിന് മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ ഇൻഗ്രഷൻ എന്ന് പറയുന്ന അവരുടെ അനധികൃത നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ വയലേറ്റ് ചെയ്തപ്പോൾ അവരെ നേരിടാൻ എന്ത് ചെയ്യണം എന്ന് പ്രധാനമന്ത്രി മോദിയോട് ചോദിക്കുന്നു. മോദി പറയുന്നു, താങ്കൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ താങ്കൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്, അതനുസരിച്ച് താങ്കൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മോദി ഈ നമ്മുടെ സൈനിക മേധാവിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്തത്. അത് ഈ കഴിഞ്ഞ ദിവസം മുൻ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു ഒരു ശുക്ല, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയക്കാരന് ഇതിലപ്പുറം ഒന്നും തന്നെ ഒരു ജനറലിന് സ്വാതന്ത്ര്യം കൊടുക്കാനില്ല. ഇവിടെ മോദിയുടെയും കുഴപ്പമല്ലായിരുന്നു. മോദി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ ഈ ജനറൽ നരവനെയാണ് ഇവിടെ ഈ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത്. ഇത്രയും ദിവസമായിട്ടും അദ്ദേഹം പൂർണ്ണമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അതിനു പകരം ഈ ബി.ജെ.പി. ചെയ്യേണ്ടത്, ജനറൽ നരവനെയാണ് ബി.ജെ.പി. ചോദിക്കേണ്ടത്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന, ഒരു ജനറൽ ആയിരുന്ന അദ്ദേഹം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ എങ്ങനെ പുസ്തകം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു? അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കൊടുത്തു പെൻഗ്വിൻ ബുക്സിന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിന്റെ പ്രൊസീജിയർ പ്രകാരം പെൻഗ്വിൻ ബുക്സ് അല്ല, ഓതറാണ് MOD-യിൽ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും അതിന് പെർമിഷൻ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ പെർമിഷൻ ലഭിക്കേണ്ട, പെൻഗ്വിൻ ബുക്സിന് കൊടുക്കേണ്ട വ്യക്തി ഓതറായ ജനറൽ നരവനെയാണ്. അതിനു മുമ്പ് പെൻഗ്വിൻ ബുക്സ് പലയിടത്തും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നരവനേക്ക് തന്നെ. ഇനി പല ആൾക്കാരും ഇപ്പൊ കാരവാൻ പ്രസിദ്ധീകരണത്തിൽ ഈ ലേഖനം എഴുതിയ ആളിനെ കുറിച്ച് പറയുന്നുണ്ട്, സുശാന്ത് സിംഗ്. അദ്ദേഹം മുൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു, കേണലായിരുന്നു. പലർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണിത്. പത്രക്കാരല്ല ആ ലേഖനം എഴുതിയത്, ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ. അതായത് ഈ
ഈ വിഷയം വിവാദമാക്കിയത് സൈന്യം തന്നെയാണ്. മുൻ സൈന്യത്തിന്റെ ഒരു ജനറൽ, കരസേനാ മേധാവി, അതുപോലെ കരസേനയിൽ ഒരു കേണലും, ഇങ്ങനെ രണ്ടുപേരാണ്. അതിന് പകരം രാഹുൽ ഗാന്ധിയുടെ തലയിൽ കയറിയിട്ടെന്തോ, അങ്ങാടി തോറ്റതിന് അമ്മയോടാണോ ബഹളം വെക്കേണ്ടത്? ഇവിടെ നമ്മുടെ സിസ്റ്റത്തിലുണ്ടായ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ സിസ്റ്റത്തിനുണ്ടായ പ്രതിസന്ധികൾ അദ്ദേഹം അഡ്രസ് ചെയ്യണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പിന്നെ ഒരു 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 പബ്ലിഷിംഗ് കമ്പനി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്ക് ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOP ഉണ്ട്. അത് പ്രകാരം ആദ്യമായിട്ട് ഒരു പുസ്തകം, ഒരു കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത പ്രതി അവർക്ക് ലഭിക്കുമ്പോൾ ആദ്യം അവരുടെ എഡിറ്റർമാരുടെ സംഘം ചേർന്നിട്ട് പല അതിലെ ആദ്യം ടൈപ്പിംഗ് എറേഴ്സ് എല്ലാം മാറ്റും. പിന്നീട് ലീഗൽ എറേഴ്സ് നോക്കും. പിന്നെ കോപ്പിറൈറ്റ് വയലേഷൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഓതറുമായിട്ട് സംസാരിച്ചതിന് ശേഷം എവിടുന്നെങ്കിലും ഓതർ പിന്നെ പെർമിഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആ പെർമിഷൻ കൊണ്ട് കൊടുക്കേണ്ടത് ഓതറിന്റെ ചുമതലയാണ്. അങ്ങനെ പെർമിഷൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർന്നില്ല. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ചോദിക്കും. അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പെർമിഷന്റെ കിട്ടിക്കഴിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ ഈ ടൈപ്പ് അതായത് ഈ തെറ്റുകളൊക്കെ തിരുത്തി, അക്ഷരത്തെറ്റുകൾ മാറ്റിയ, അതുപോലെ ലീഗൽ വയലേഷൻസ് മാറ്റിയ, ഏതാണ്ട് ഫൈനലാക്കിയ, ഏതാണ്ട് ഫൈനലല്ല, അതിൽ മാറ്റങ്ങൾ വരുത്തും പിന്നെ. അപ്പോൾ അത്തരം പ്രതികള് അവര് ഈ പ്രമുഖ വ്യക്തികൾ, മുൻ സൈനിക ഉദ്യോഗസ്ഥർക്ക്, കാരണം അവരുടെ കമന്റ് താഴെ ഈ ബ്ലർബ് എന്ന് പറഞ്ഞ് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ വരും. മാധ്യമങ്ങൾക്ക് ഒക്കെ അങ്ങനെ 200ഓളം പുസ്തകങ്ങൾ അവർ പുറത്തയച്ചു കൊടുത്തു. ഇതൊക്കെ ജനറൽ നരവനേക്ക് അറിയാൻ. അപ്പൊ ഇതിൽ കുറ്റക്കാരൻ ജനറൽ നരവനെയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ വന്ന് രാഹുൽ ഗാന്ധി അത് പറഞ്ഞാണോ? ഇപ്പം നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ആളാണോ പ്രശ്നം ചെയ്തത്? തെറ്റിനെ കുറിച്ച് പറയുന്ന ആളാണോ? തെറ്റ് ചെയ്ത ആളല്ലേ? ഇപ്പം ഗൗതം പോയിട്ട് ഗൗതം ഒരു വാഹനം ഓടിക്കുകയാണ്, നിങ്ങൾ ഒരുത്തനെ ഇടിച്ചു വന്ന നിങ്ങളല്ല പ്രശ്നം. നിങ്ങൾ ഇടിച്ചു വന്നു എന്ന് പറയുന്നത് ഞാനാണ് പ്രശ്നമെന്നെങ്കിൽ അപ്പൊ മുഖ്യ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ ചെയ്യുന്നത്? ഇതാണ് എന്റെ ന്യായം. ഇനി ഗൗതം ചോദിക്കും. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ മെമ്പർ ബാൻ ചെയ്തെന്നല്ല, അനുമതി നൽകിയിട്ടില്ലാത്ത ഒരു പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എന്തിനു പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അല്ല, രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇത് ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആരാണ്? ആദ്യം പറഞ്ഞ ഒരു ആർട്ടിക്കിൾ കാരവാനി വന്നപ്പോഴല്ലേ? അന്നേരം ഒന്നും പറഞ്ഞില്ലല്ലോ. അന്നേരം എന്താ കാരവാൻ എഡിറ്ററെ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അവിടെ എന്താ കേന്ദ്ര ഗവൺമെന്റ് മിണ്ടാതിരുന്നത്? പിന്നെ രാഹുൽ ഗാന്ധിയാണോ കുറ്റപ്പെടുത്തേണ്ടത്? രാഹുൽ ഗാന്ധിയോട് എനിക്ക് വലിയ ഒരു മമതയൊന്നുമില്ല. അദ്ദേഹം കാര്യങ്ങളെ, ഗൗരവമായ വിഷയങ്ങളെ ലഘൂകരിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച് ഒടുവിൽ ആ വിഷയം എതിരാളിയുടെ കൈ കൊണ്ട് കൊടുക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി. എനിക്ക് അദ്ദേഹത്തിനോട് ഒട്ടും ഇക്കാര്യത്തിൽ ബഹുമാനമില്ല. പക്ഷെ ഈ മനുഷ്യനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതിനകത്തിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. കാരണം ആക്ട് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല അവർ? അതായത് കാരവാൻ, ഞാൻ പറഞ്ഞല്ലോ, കാരവാൻ മാസികയിൽ ഈ ലേഖനം എഴുതിയ പലരും വിചാരിച്ചിരിക്കുന്നത് ഏതോ ഒരു പത്രപ്രവർത്തകനാണെന്ന്. അല്ല, കാരവാനിൽ ആ ലേഖനം എഴുതിയത് ഒരു മുൻ പട്ടാളക്കാരനാണ്, ഒരു മുൻ കേണലാണ്, സുശാന്ത് സിംഗ്. അതായത് ഒരു പട്ടാളക്കാരൻ, ഒരു ജനറൽ ഒരു പുസ്തകം എഴുതും, വേറൊരു പട്ടാളക്കാരൻ അതിന്റെ സംക്ഷിപ്തം വെച്ചിട്ട് ഒരു മാസികയിൽ ഒരു ലേഖനം എഴുതും. അത് പാർലമെന്റ് ഉന്നയിച്ച രാഹുൽ ഗാന്ധിയാണോ കുറ്റക്കാരൻ? അതെങ്ങനെ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ്? അദ്ദേഹത്തിന്റെ ചുമതലയാ അതൊക്കെ. ഇത്തരം വൈരുദ്ധ്യങ്ങൾ, വിരോധാഭാസങ്ങളൊക്കെ ലോക്സഭയിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതിനുശേഷം അദ്ദേഹം പിന്നീട് പത്രക്കാരുമായിട്ട് സംസാരിച്ചു കാണും. അതിലെന്താണ് തെറ്റാ? അത് അദ്ദേഹത്തിന്റെ ജോലി ചെയ്തു. ഈ പുസ്തകം 2 കൊല്ലമായല്ലോ. 2 കൊല്ലമാണല്ലോ, എന്തുകൊണ്ട് നിരോധിച്ചില്ല? അങ്ങനെയാണെങ്കിൽ സർക്കാരിന് 2 കാര്യം, ഇപ്പം ഗൗതം ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. സർക്കാർ 2 കൊല്ലമായിട്ട് ഈ പുസ്തകത്തിന്റെ പുറത്ത് അടയിരിക്കുന്നു. സർക്കാരിന് ചെയ്യാമായിരുന്നത് ഒന്നുകിൽ പുസ്തകം നിരോധിക്കുക, അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറയും, ഇന്ന ഭാഗങ്ങൾ അതിൽ നീക്കം ചെയ്യുക. പല സിനിമകളും സെൻസർ ബോർഡ് കത്രിക വെച്ചിട്ടാണല്ലോ വെളിയിറക്കുന്നത്. ഇത് പുസ്തകം നിരോധിച്ചിട്ടില്ല, പുസ്തകം എഡിറ്റ് ചെയ്തിട്ടില്ല. പിന്നീട്
പുസ്തകം പ്രസിദ്ധീകരിക്കാനോ ഒട്ട് അനുവദിക്കുന്നുമില്ല. ഇതിൽ ആരാണ് കുറ്റക്കാരൻ? ഞാൻ ഇതിൽ രാഹുലാണ് കുറ്റക്കാരനെന്ന് ഞാൻ പറയത്തില്ല. ഇനി ഞാൻ മോഡിയെ പരമാവധി പല സമയത്തും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ അവര് പ്രവർത്തിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. എനിക്ക് മനസ്സിലാവും. ഞാൻ നിഷ്പക്ഷനായ ഒരു പത്രപ്രവർത്തകനാണ്. എനിക്ക് ആരോടും പ്രത്യേകിച്ച് കൂറുമില്ല, വിരോധവുമില്ല. എനിക്ക് രാഹുലിനോട് സ്നേഹമില്ല, മോദിയോട് സ്നേഹമില്ല. പക്ഷെ ഇവിടെ ഈ പ്രവൃത്തിയിൽ മോദി എന്നല്ല, വ്യക്തിയല്ല ഞാൻ പറയുന്നത്, കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കേണ്ട രീതിയിലല്ല പ്രവർത്തിച്ചത്. ഇവിടെ കുറ്റക്കാർ ഈ പുസ്തകം എഴുതിയ വ്യക്തിയും ആ പുസ്തകത്തെക്കുറിച്ച് നിരൂപണം എഴുതിയ മുൻ പട്ടാളക്കാരനും അതുപോലെ തന്നെ പുസ്തകത്തിന് എന്താണ് സംക്ഷിപ്തം കൊടുത്തവരും അങ്ങനെയൊക്കെയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തില്ല. അവർ കൃത്യമായ മറുപടി എന്തുകൊണ്ട് കൊടുത്തില്ല? ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ജനറൽ നരവനെയോട് വിശദീകരണം ചോദിക്കുന്നില്ല? ചോദിക്കുന്നത് അല്ല, കാരവനിൽ ഇത്തരം ലേഖനങ്ങൾ എഴുതിയ മുൻ പട്ടാളക്കാര് അവര് കുറ്റക്കാരാവുമ്പം അവര് പറഞ്ഞ അതേ കാര്യം ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന രാഹുലും കുറ്റക്കാരനാവില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. മുൻ പട്ടാളക്കാരന്റെ മേലുള്ള നിയമം രാഹുലിന്റെ മേലില്ല. മുൻ പട്ടാളക്കാരൻ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥന് ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിന്റെ പരിധിപ്പെടുന്ന ആളാണ്. രാഹുൽ ഗാന്ധി ആ ആക്ടിന്റെ പരിധിപ്പെടുന്ന ആളാണ്. ആർമി ആക്ട് ഉണ്ട്, ആർമി റൂൾസ് ഉണ്ട്. 1950 54 അതിന് മുമ്പുള്ളതാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. ഈ നിയമത്തിന്റെ ഒരു പരിധിയിൽ രാഹുൽ പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മുൻ പട്ടാളക്കാരനുമല്ല. അദ്ദേഹത്തിനെ എന്തിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ, അല്ലാതെ സർക്കാർ പറയുമ്പം കീജെ വിളിക്കാനല്ല. അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പുറത്താക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ BJP കാണിക്കുന്ന മന്ത്രത്തരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് നിഷ്പക്ഷരായ ആൾക്കാര് അതിന്റെ പേരിൽ രാഹുലിനെ ചിലപ്പോൾ അനുകൂലിച്ചില്ലെന്നിരിക്കാം, പക്ഷെ BJPയോട് അവർക്ക് തോന്നുന്ന ഒരു ബഹുമാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട്, അതിർത്തി കടന്നുകൊണ്ട് ചൈനീസ് ടാങ്കുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഡൽഹിയിലുള്ള അധികാര കേന്ദ്രങ്ങൾ ഈ പട്ടാള ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് തോന്നിയത് ചെയ്യുക, ഒരു ഫ്രീ ഹാൻഡ് നൽകുകയാണ് ചെയ്തത്. ഇതെന്തോ വലിയ തെറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് കോൺഗ്രസിനെ ദേശീയതയും രാജ്യസ്നേഹമൊക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മോദി ചൈനയ്ക്ക് മുമ്പിൽ പതറിപ്പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ചൈന പോലുള്ള അത്രയും വലിയ ഒരു സൈനികപരമായിട്ടുള്ള ശക്തിയുള്ള രാജ്യം, ആ രാജ്യത്തെ അടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതല്ലാതെ വെറുതെ ഒരു വികാരത്തിന്റെ പുറത്ത് ചൈനയെ അടിക്കുകയല്ലല്ലോ വേണ്ടത്. അതെ, ഗൗതം ഇപ്പൊ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ അതില് രാഹുൽ ഗാന്ധി പറഞ്ഞത്, രാഹുൽ ഗാന്ധി യഥാർത്ഥ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദിക്കേണ്ട ചോദ്യമല്ല ചോദിച്ചതെന്ന് ഞാൻ ആദ്യമേ പറയുന്നത്. കാരണം ഈ വിഷയത്തില് യഥാർത്ഥത്തിൽ മോദി സൈനിക മേധാവിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൊടുത്തത്. ഞാൻ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതായത് ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നത് പട്ടാള മേധാവി സംസാരിക്കുന്നത് പോലല്ല. അവിടുത്തെ ഓപ്പറേഷണൽ റിയാലിറ്റീസ്, അവിടുത്തെ സിറ്റുവേഷണൽ അവയർനെസ്, ഇങ്ങനെ പറയുന്ന കുറച്ച്, അതായത് അവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതുപോലെ ഓപ്പറേഷണൽ റിയാലിറ്റീസ്, അതായത് നമുക്ക് എത്ര സൈന്യമുണ്ട്, നമുക്ക് ടാങ്ക് ഉണ്ടോ, അവർക്ക് എന്തൊക്കെ ടാങ്കുകളാണുള്ളത്, അവർക്ക് എത്ര സൈന്യമുണ്ട്, ഇത്തരം ഇന്റലിജൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ആ നോർത്തേൺ കമാൻഡിന്റെ കമാൻഡർ ആയിരിക്കും. ആ ലഫ്റ്റനന്റ് ജനറൽ ജോഷിയാണ്. ആ ജോഷിയോട് സംസാരിച്ച് അത് അതിന്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്നത് ജനറൽ നരവനേക്കാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഉചിതമായത് ചെയ്യാൻ പറയുക മാത്രമേ രാഷ്ട്രീയ നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അത് മോദിയുടെ കുറ്റമല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനല്ല. ഇവിടുത്തെ ചില ആൾക്കാർ, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മോദിയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി നോക്കണം. രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ സർവ്വ കാര്യത്തിലും പുള്ളിയെ കുറ്റപ്പെടുത്തണം. അങ്ങനല്ല. അവർ എടുത്ത തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് എന്തുകൊണ്ടെന്ന് ഞാൻ പറയും. മോദി എടുത്ത തീരുമാനത്തിൽ വിയോജിപ്പ് ഏത്, അത് ഞാൻ പറഞ്ഞു. BJPയുടെ ഇതിൽ ജനറൽ നരവനെയാണ് ഇവിടുത്തെ കുറ്റക്കാരൻ. അത് പറയാൻ എന്താ ഇത്ര മടി? അത് പറഞ്ഞാൽ പട്ടാളത്തിന്റെ മനോവീര്യം തകർത്തുമൊന്നുമില്ല. പട്ടാളത്തിന്റെ മനോവീര്യം തകരുന്നത് ഇതുപോലുള്ള തെറ്റായ തീരുമാനങ്ങൾ വിശകലനം ചെയ്യപ്പെടാതെ പോകുമ്പോൾ, അത് ആവർത്തിക്കപ്പെടുമ്പോഴാണ് മനോവീര്യം തകരുന്നത്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വായിച്ചിരുന്നു. എനിക്കത് സമയമൊക്കെ ഒരുപക്ഷെ പരിമിതമായിരിക്കാം,
എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പിന്നെ അവിടെ പത്മനദി കുറുകെ കടക്കാനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് അനുവാദം കിട്ടിയിരുന്നു. പത്മനദിയാണെന്ന് തോന്നുന്നു. അവിടെ പിന്നെ ആ അനുവാദത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ഈസ്റ്റേൺ കമാൻഡിന്റെ പിന്നെ സൈന്യത്തലവൻ സർക്കാരിനോട് പിന്നെ അല്ല, അന്നത്തെ ജനറൽ മനേക്ഷായോട് ചോദിക്കുക. മനേക്ഷ അത് സർക്കാരുമായിട്ട് ആലോചിച്ചു. അപ്പോഴും കൊടുത്ത നിർദ്ദേശം ഇങ്ങനെ തന്നെയാണ്: ഈ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ആ കമാൻഡർ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ക്രോസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴാണ്. ഇനി ഞാൻ വെച്ച് താമസിപ്പിച്ചാൽ നമുക്ക് നഷ്ടമുണ്ടാകും. നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ്. ഞാൻ ആ റിസ്ക് എടുക്കുക. ആ റിസ്ക് എടുത്ത് അദ്ദേഹം വിജയിച്ചു. പരാജയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ടേനെ. അതിനുള്ള ധൈര്യം പട്ടാള മേധാവിക്ക് വേണം. ധൈര്യമില്ലാത്തവൻ ഈ പണിക്ക് പോകരുത്. വീട്ടിൽ ഇരുന്നു വേറെ എന്തെല്ലാം ജോലി കിട്ടും. യു നീഡ് ടു കോൾ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഞാൻ ഈ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ എൻ്റെ പല ചർച്ചകളിലുമായിട്ട് പ്രതികരണം പല ആങ്കർമാരുടെയൊക്കെ ഈ പറയുന്ന പഴയ പട്ടാള ഉദ്യോഗസ്ഥന്മാർ നടത്തി. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചവർക്ക്. അപ്പൊ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. എനിക്ക് ഇതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇത് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ നേരത്തെ സംസാരിക്കണം. പക്ഷെ ഇതിന്റെ എല്ലാ ഉറവിടം, ഈ വിവാദങ്ങളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് ജനറൽ നരവനെയാണ്. അദ്ദേഹം തന്നെയാണ്. അദ്ദേഹവും അതിനുശേഷം എഴുതിയത് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹത്തിന് കിട്ടിയത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഒരു പട്ടാളക്കാരൻ എഴുതി വേറൊരു പട്ടാളക്കാരൻ നിരൂപണം എഴുതുമ്പോൾ ആ രണ്ടാമത്തെ പട്ടാളക്കാരന് കിട്ടുന്നത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് പിന്നെ ഊഹിച്ചെടുക്കാനേ നമ്മൾ കവടി നിരത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇതിൽ രാഹുൽ ഗാന്ധിയെ ഇടക്കിടുന്ന BJPയും അതുപോലെ സൈനിക മേധാവിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത പ്രധാനമന്ത്രി മോദിയെ വിമർശിക്കുന്ന രാഹുലും അവരുടെ ആ പിന്നെ തീരുമാനങ്ങളും നിലപാടുകളും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുലിനെ ഈ വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ ഒരു കാരണവശാലും BJP പാർലമെന്റിന് പുറത്താക്കാൻ പാടില്ല, നടക്കത്തുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം BJPക്ക് ലോക്സഭയിൽ അത്ര വലിയ സ്ട്രെങ്ത് ഒന്നുമില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. സഖ്യകക്ഷികളുടെ കൂടാണ് നിൽക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ പല ആൾക്കാരും മറന്നു പോകുന്നുണ്ട്. ഏതാണ്ട് 400 സീറ്റ് കിട്ടിയ പാർട്ടി എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോഴും കാണുന്നത്. 400 സീറ്റൊന്നും BJPക്ക് ഇല്ല. അത് വേറൊരു കാര്യം. പിന്നെ രണ്ടാമത്, മോദിയെ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മോദി അല്ല ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. ജനറൽ നരവനെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഇതാണ് ഇതിനകത്തിലെ വസ്തുത. ഇതാണ് എനിക്ക് പറയാനുള്ളത്.